യെസ്, ഇനി നേരെ നമ്മൾ കോട്ടയത്ത് ഏറ്റുമാനൂരിലേക്ക് പോകുകയാണ്. ഏറ്റുമാനൂർ എന്നത് ദേവസ്വം മന്ത്രി വി.എൻ. വാസവന്റെ സ്വന്തം നിയമസഭാ മണ്ഡലമാണ്. അപ്പോൾ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ വരുന്ന അയ്മനം ഗ്രാമപഞ്ചായത്തിൽ ചരിത്രത്തിലാദ്യമായി BJP ഭരിക്കാൻ പോകുകയാണ്. ഈ പഞ്ചായത്തിൽ 9 സീറ്റുകൾ നേടിക്കൊണ്ട് ഐതിഹാസികമായ വിജയം BJP കൈവരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വി.എൻ. വാസവന്റെ മണ്ഡലത്തിൽ ഏറ്റുമാനൂരിൽ ഇങ്ങനെയൊരു ഗ്രാമപഞ്ചായത്തിൽ NDA BJP നിർണായക ശക്തിയായത് എങ്ങനെയാണെന്ന് നോക്കാം. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോട്ടയം ജില്ലയിലെ അയ്മനം ഗ്രാമപഞ്ചായത്ത് NDAക്ക് ഏറ്റവും അഭിമാനം നൽകുന്ന ഒരു വിജയം നൽകിയ ഒരു പഞ്ചായത്താണ്. 9 മെമ്പർമാരാണ് ഇവിടെ നിന്നും ജനവിധി തേടി ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിലൂടെ വിജയിക്കുകയും ചെയ്ത ആ മെമ്പർമാർ നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും ഒരു വലിയ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു വലിയ മുന്നേറ്റം, വലിയ ഭൂരിപക്ഷത്തോടെ എല്ലാവർക്കും ജയിക്കാൻ കഴിയുന്നു. എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ, ഈ ഒരു അവസരത്തെ കണ്ടെന്ന്? ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വിജയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. 2015-20 കാലഘട്ടത്തിൽ 6 മെമ്പർമാരുമായി ജൈത്രയാത്ര തുടർന്ന അയ്മനം ഗ്രാമപഞ്ചായത്തിൻ്റെ BJPയുടെ ജൈത്രയാത്ര തുടർന്നു. ആ 6 മെമ്പർമാരിൽ നിന്നും 2020-25 കാലഘട്ടത്തിൽ 7 മെമ്പർമാരെ നമുക്ക് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും വലിയൊരു പരിശ്രമമായിരുന്നു പഞ്ചായത്ത് പിടിക്കുക എന്നുള്ളത്. അതിൽ ചെറിയ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ നമുക്ക് 2 വാർഡ് നഷ്ടമായി. എങ്കിലും ഞങ്ങൾ 9 സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റി. ഇനി ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ നമ്മളെ ഭരണത്തിലേക്ക് വിളിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ പ്രതീക്ഷയിൽ നമുക്ക് അയ്മനത്തിൻ്റെ ഗ്രാമത്തിലെ മൊത്തം വികസനങ്ങളും ഒരുപാട് വികസനങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അത് നമ്മൾ നമ്മുടെ പാർട്ടി ഘടകങ്ങളുമായിട്ടൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് നമ്മുടെ അയ്മനത്തെ എങ്ങനെ വലിയൊരു വിജയത്തിലെത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മാസ്റ്റർ പ്ലാനൊക്കെ നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. കാരണം വിവിധ വിഷയങ്ങളിൽ നമ്മുടെ അയ്മനം ഗ്രാമപഞ്ചായത്ത് നേരിടുന്നുണ്ട്. കാരണം പടിഞ്ഞാറൻ മേഖല ഒത്തിരിയുള്ള കാർഷിക ഭൂമിയുള്ള ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിനെ, അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് നമ്മുടെ വികസനം എത്തിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കേണ്ടത്. ഒരു വലിയൊരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. ജനം ഞങ്ങളെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നു. ഞങ്ങൾ വന്നാൽ എന്തെങ്കിലും, അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വികസന ലക്ഷ്യങ്ങൾ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കർത്തവ്യത്തിലേക്കാണ് ഞങ്ങൾ കടക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വലിയ ദൗത്യം, അതോടൊപ്പം തന്നെ ഒരു വലിയ വികസന കാഴ്ചപ്പാട്, അത് രാജ്യം ഒന്നാകെ അംഗീകരിച്ച വികസന കാഴ്ചപ്പാട്, ലോകം ഒന്നാകെ അംഗീകരിച്ച ഒരു വികസന കാഴ്ചപ്പാട്, അത് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. അതിന് കിട്ടിയ ഒരു അംഗീകാരം കൂടിയാണോ ഈ ഒരു വിജയം? തീർച്ചയായും ഇത് നമ്മുടെ അയ്മനം ജനത കാണേണ്ട ഒരു വിജയം തന്നെയാണ്. കാരണം വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് അവർക്ക് വേണ്ടിയുള്ള ഒരു വിജയമാണിത്. അപ്പം മുന്നോട്ട് നമ്മുടെ ഭരണം നല്ല രീതിയിൽ പോവും. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലെ അയ്മനം ജനതയ്ക്ക് വേണ്ടി ഞങ്ങളുടെ മാക്സിമം ഞങ്ങളുടെ കഴിവുകളും നമ്മുടെ പദ്ധതികളും എല്ലാം ജനങ്ങളിലെത്തിക്കും. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിജിയുടെ ഭരണത്തിന് ഉള്ള ഒരു വലിയൊരു അംഗീകാരമാണ് അയ്മനം പഞ്ചായത്തിന് NDAക്ക് ഇത്രയും സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാൻ സാധിച്ചത്. ഇനി ഇതിലും കൂടുതൽ വികസനം, കഴിഞ്ഞ 5 വർഷത്തെക്കാളും നല്ല വികസനങ്ങൾ ഇനി NDA സർക്കാർ മുന്നോട്ട് കൊണ്ടുവരും. അതിന് ഞങ്ങളുടെ 9 സ്ഥാനാർത്ഥികളും, വിജയിച്ചു വന്ന സ്ഥാനാർത്ഥികളും അവർ പരിശ്രമങ്ങൾക്കുണ്ടാവും. എന്തായാലും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നരേന്ദ്രമോദി സർക്കാരിന് കിട്ടിയ ഒരു അംഗീകാരം കൂടി. ആ വികസന പ്രവർത്തനങ്ങൾ അത് ഗ്രാമീണ മേഖലയിൽ അത് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലേക്ക്, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിന് മുൻതൂക്കം നൽകിയുള്ള ഒരു പ്രവർത്തനമായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക. അതുതന്നെയാണ് മെമ്പർമാർ ഒന്നടങ്കം പ്രധാനമായും പങ്കുവെക്കുകയും ചെയ്യുന്നത്.